ഹലോ ഗൈസ്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെപ്പറ്റി സംസാരിക്കാനാണ്. അത് വേറൊന്നുമല്ല, റിഗാർഡിങ് ദ ജോബ് സ്കാമേഴ്സ് ഇൻ ദ യു ഐ. ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് ഒരു 2 months ഒക്കെ ഞാൻ ആക്റ്റീവായിട്ട് ജോബ് സീക്ക് ചെയ്യുന്നൊരു ടൈമായിരുന്നു. ആ ടൈമിൽ ഓൺ ഡെയിലി ബേസിസിൽ ഞാൻ ജോബിന് വേണ്ടിയിട്ട് പ്രൊഫൈൽസ് സെൻഡ് ചെയ്യുമായിരുന്നു. സോ ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ബേസിക്കലി ഒരു IT സെക്ടറിൻ്റെ ജോബാണ് സെർച്ച് ചെയ്യണേ. കാരണം ഞാനൊരു IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളൊരു വ്യക്തിയാണ്. UAE അപ്പോൾ എനിക്ക് ജോബ് സെർച്ച് ചെയ്ത മൂലം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈഗറായിട്ട് ഇങ്ങനെ ജോബ് നോക്കുമായിരുന്നു ആ ടൈമിൽ. കാരണം ഐ ഹാഡ് പേഴ്സണലി സ്ട്രെസ്. കാരണം എനിക്ക് ഒരു മെൻ്റൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജോലി ഇല്ലാത്തതിൻ്റെ രീതിയിൽ. സോ അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഒരു 10-100 പ്രൊഫൈൽസിലെങ്കിലും ലിങ്കിൽ അതിലൊക്കെ കാണുന്നതിൽ ഞാൻ റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. അതുകൂടാതെ ഗ്രൂപ്പ് വരുന്നതിന് അതിനെല്ലാം കുത്തിയിരുന്ന് എൻ്റെ റെസ്യൂമും കാര്യങ്ങളൊക്കെ ഞാൻ സെൻഡ് ചെയ്യുമായിരുന്നു. ഇപ്പം ഒരു 10,000 എണ്ണം അയച്ചാലും അതിനകത്തുനിന്ന് വളരെ റെയറായിട്ടാണ് കോൾ വരുന്നത്. നാട്ടിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ ഇന്ത്യയിൽ കൂടെ വരുന്ന റെസ്പോൺസ് വളരെ കുറവാണ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് മറ്റുള്ളവരുടെ കാര്യം അറിഞ്ഞുകൂടാ. ഇവിടെ കൂടുതലും കുറച്ചുകൂടെ റെഫറൻസ് അങ്ങനെയൊക്കെയാണ് ജോബ് കിട്ടാൻ കൂടുതലും ചാൻസസ് കൂടുതലും. യെസ്, ആ സമയത്ത് നമുക്ക് ഇൻ്റർവ്യൂ ഇൻവിറ്റേഷൻ കിട്ടുന്നത് ഈ മരുഭൂമിയിലൊക്കെ പെയ്യുന്ന മഴ പോലാണ്. അപ്പം ഞാനിങ്ങനെ ആൾക്കാരുടെ അവർ റിജക്റ്റ് ചെയ്താലും അവരുടെ ആ ഒരു റെസ്പോൺസിന് വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര അത് കാണുന്നൊരു സന്തോഷമാണ്. കാരണം നമ്മൾ അത്രയും ഒരു മെയിൽ അയച്ചിട്ടും അതിനൊരു റെസ്പോൺസ് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആന്തരികമായ ഒരു സന്തോഷമുണ്ടല്ലോ, അത് തന്നെ. ഗൈസ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇൻ്റർവ്യൂസിൻ്റെ കോൾസൊക്കെ വെയിറ്റിംഗ് ആണ്. അപ്പം ഇൻവിറ്റേഷൻ മെയിലൊക്കെ വരും, ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷൻ മെയിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് അത് ഫോളോ അപ്പ് ചെയ്യും. ഞാൻ ഓൺ ടൈമിൽ തന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കും. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് കിട്ടുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. ആൻഡ് ഓൾസോ ഞാൻ തലേന്നേ തയ്യാറെടുപ്പുകൾ നടത്തും. അപ്പം എന്നാന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ദിവസം 3 ഇൻ്റർവ്യൂ ഇൻവിറ്റേഷൻ വന്നു. അപ്പം അത് വളരെ സ്പെസിഫിക് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇന്ന ബസ് കയറി വരണം, ഇന്ന റൂട്ട് വഴി വരണം, പിന്നെ ഇത്രാമത്തെ ബിൽഡിംഗ് ആണ്, ഇന്ന പേഴ്സണെ കോണ്ടാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് 3 വളരെ ക്ലിയർ കട്ട് കാര്യങ്ങൾ. ഡയറക്ഷൻസ് ഉൾപ്പെടെയല്ല. ഇന്ന മെട്രോ സ്റ്റേഷൻ്റെ പില്ലർ നമ്പർ കഴിഞ്ഞിട്ടായിരിക്കും ഈ ഡെസ്റ്റിനേഷൻ വരുന്നത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ UAE ഫസ്റ്റ് ടൈമാണ്. എനിക്കിങ്ങനെ സ്കാമേഴ്സിനെ പറ്റി ഒന്നും അറിയത്തുമില്ല. അങ്ങനെ ഗൈസ്, 3 ഇൻ്റർവ്യൂ ഒരു ദിവസത്തിൽ കിട്ടിയ സന്തോഷത്തിൽ ഞാനിങ്ങനെ സന്തോഷത്തിലിരിക്കുക. ഏതെങ്കിലും ഒരു ജോലി സെറ്റാവാതിരിക്കത്തില്ല എന്നൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ പറയുകയാണ്. അങ്ങനെ ഞാൻ എന്താണെന്ന് വെച്ചാൽ 3 ടൈമായിരുന്നു ഭാഗ്യത്തിനെന്ന്. അപ്പം ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അടുത്ത ടാക്സി പിടിച്ച് അപ്പുറത്ത് പോവാം, അത് കഴിഞ്ഞ ഉടനെ അപ്പുറത്ത് പോവാം എന്നുള്ളൊരു തയ്യാറെടുപ്പുകളിലൂടെയൊക്കെ ഇങ്ങനെ ഇരിക്കുക. അന്ന് തലേന്ന് ഉറക്കം പോലും നേരെ ചൊവ്വേ കിട്ടിയില്ല. രാവിലത്തെ ഭക്ഷണവും സ്കിപ്പായി. യെസ്, അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി ഗൈസ്. ആ സമയത്ത് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് NMC ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. ഞാൻ എങ്ങനെയൊക്കെ തപ്പിപ്പിടിച്ച് അവിടെ പോയി. അപ്പോൾ അവിടെ തന്നെ എനിക്ക് റൂട്ട് കൺഫ്യൂഷൻ ആയപ്പം അവിടെ ഒരു സ്റ്റാൻഡിങ് ആയിട്ട് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. ഒരു മുടിയൊക്കെ ചുരണ്ടിട്ടൊരു നീഗ്രോ പോലാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആളെന്ത് പ്രീ പ്ലാൻ ചെയ്ത് വെച്ച പോലത്തെ ഒരു വ്യക്തി. ആളെ അവിടെ നിർത്തിയേക്കുക റൂട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. അവരുടെ ആൾ തന്നെയാണ്. എന്നിട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന സ്ഥലത്തോട്ട് പോയാൽ മതി, കൺഫ്യൂഷൻ ആവണ്ട, ഇന്ന സ്റ്റെപ്പിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൻ്റെ റൈറ്റ് സൈഡിലാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പം എന്നെപ്പോലെ തന്നെ കുറേ കാൻഡിഡേറ്റ്സ്. അപ്പോൾ ഞാനിങ്ങനെ ചെന്നു. അപ്പം റിസപ്ഷനിസ്റ്റ് ആൾ വളരെ ജെനുവിനെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഓഫീസ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞപ്പം അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പം അവർ റെസ്യൂമൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് അകത്തൊരു റൂമിലോട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ അവിടെ കുറേ കാൻഡിഡേറ്റ്സ് ഉണ്ട്. അങ്ങനെ ഞാൻ പോയിരുന്നപ്പോൾ അവർ വന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു നല്ല കൺഫ്യൂഷൻ, എന്തിനാണ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്? ഞാൻ ഈ സംസാരിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് അടുത്ത ആളുകളൊക്കെ, ഏത് ഡെസ്റ്റിനേഷൻ എന്തെങ്കിലും അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി. പിന്നെ എന്നിട്ട് ആ ടേബിളിൽ കുറേ മുട്ടായി, ഓറഞ്ച്, പിന്നെന്താ സാമ്പ്രാണിത്തിരി പോലെ കുറേ സാധനങ്ങളൊക്കെ. അപ്പം തന്നെ എനിക്കൊരു നെഗറ്റീവ് അടിച്ചു. എങ്കിലും ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് എന്ന് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോഴും ഒരു നീഗ്രോ പോലത്തെ ഒരു ലേഡിയാണ് വന്നത്. നിങ്ങൾ മിണ്ടാണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇതൊക്കെ.
അപ്പോൾ ഒരു പയ്യൻ പറഞ്ഞു ഞാനും ജോബ് നോക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഇങ്ങനെ അതൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ സംസാരിച്ചു. യെസ്. എന്നിട്ട് അവർ ഇൻ്റർവ്യൂവിന് വിളിച്ച് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ IT-യിലാണ് ഞാൻ നോക്കണേ, ഇവിടെ IT-ക്ക് ഇങ്ങനെ കിട്ടാൻ കുറച്ച് ടഫുണ്ട് എന്നൊക്കെ ഞാൻ എൻ്റെ അവസ്ഥകളെപ്പറ്റി പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് വരെ പാസ്സായി. അവർ മെഡിക്കൽ ഇൻഷുറൻസ്, ട്രാവൽ ഇൻഷുറൻസ്, സാലറിയൊക്കെ ഭയങ്കര സാലറി, അങ്ങനെ വളരെ വലിയ പാക്കേജാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു ഇൻഷുറൻസ് ഒക്കെ ഉണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു ചെറിയൊരു ഇൻഷുറൻസ് ഉണ്ട്, നിങ്ങളുടെ കമ്പനി തരുന്നെങ്കിൽ തന്നോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ അമ്മയെ പാവം ഞാൻ അവസാനം അവർ പറഞ്ഞു ലേബർ കാർഡിന് ഒരു 20 ദിർഹംസ് വേണം, അതിപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ എനിക്ക് കാര്യം കത്തി, കാരണം പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞു ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് പറയാം, എനിക്ക് കുറച്ച് ടൈം വേണം എന്ന് വീട്ടുകാരോട് ഡിസ്കസ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങി, രക്ഷപ്പെട്ടു പോരുന്നു. ആ 2 ഇൻ്റർവ്യൂവും ആ സെയിം ടൈപ്പിലുള്ള സാധനം തന്നെ. അവിടെ കുറേ കാൻഡിഡേറ്റ്സ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ചിലരൊക്കെ പേയ്മെൻറ്റ് കൊടുക്കുന്നതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പൊങ്ങി വരുന്നത്. യെസ്. അപ്പം അവരുടെ ബാക്കി ഉണ്ടായിരുന്ന ഇൻ്റർവ്യൂസും സ്കാമായിരുന്നു. പിന്നെ ഞാനത് ചെക്ക് ചെയ്ത് നോക്കി. അങ്ങനെ സ്കാമാണെന്ന് ചെക്ക് ചെയ്തത് ഞാൻ അതിൻ്റെ ഇതിട്ടിട്ട് ലിങ്കുകളിലൊക്കെ ഇട്ട് കൊടുക്കുമ്പം സ്കാമേഴ്സ് ആണെങ്കിൽ നേരത്തെ ആരെങ്കിലും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവരതങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഞാനത് സ്കാമേഴ്സ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. ആ ബാക്കി 2 ഞാൻ പോയില്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കുറേ ആൾക്കാർ ഇങ്ങനത്തെ ഉള്ള ജോബ് സ്കാമിൽ ചെന്ന് പെടും. സോ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു ഏജൻസിയിലൊക്കെ പേയ്മെൻറ്റ് ചെയ്യുന്ന സെറ്റപ്പ് സർവീസുകളും കാര്യങ്ങളൊക്കെ UAയിലുണ്ട്. ബട്ട് അത് എത്രത്തോളം ജെന്യുവൻ ആണെന്ന് ചെക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യുക. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതുപോലത്തുള്ള ഞാൻ പിന്നീട് അറിഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഏകദേശം 200ഓളം ഇതുപോലത്തുള്ള റിക്രൂട്ടേഴ്സ് ഉണ്ട്. അപ്പം ഇതൊന്ന് വെരിഫൈ ചെയ്യാം, നമ്മൾക്ക് ഇൻ്റർവ്യൂ കോൾസ് വരുന്നതും കാര്യങ്ങളൊക്കെ ജെന്യുവൻ ആണോന്നും. പിന്നീട് എനിക്ക് അബദ്ധം പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഓൾസോ നമുക്കിങ്ങനത്തെ ജോബ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനകത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഉള്ള ഒരു ഇൻ്റർവ്യൂ സ്ഥലത്തു നിന്ന് സ്കാം എന്നുള്ള രീതിയിൽ അനുഭവം കിട്ടിയിട്ടുണ്ടാവും, ആരെങ്കിലും കാണാതിരിക്കില്ല. അപ്പോൾ അവർ നമ്മളോട് ഇൻഫോം ചെയ്യുക, അതൊക്കെ കൂടുതൽ ഹെൽപ്ഫുള്ളായിരിക്കും. ആൻഡ് ഓൾസോ നമുക്കിത് പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം നമ്മളൊരു ജോബ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം വിസിറ്റിംഗ് വിസയിൽ ജോബ് നോക്കാൻ പറ്റുമോ എന്നുള്ള പ്രിവിലേജ് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് റൈറ്റ് ഉണ്ട് ഈ കാര്യങ്ങൾ പോലീസിൻ്റെ അടുത്ത് ഇൻഫോം ചെയ്യാം. അപ്പം നമ്മളിത് നൈസായിട്ട് പോലീസിൽ പറയാം, കാരണം അതിനുള്ള ഒരു ധൈര്യം കാണിക്കാം. കാരണം എല്ലാവർക്കും അവകാശമുണ്ട്, എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. സോ ഞാൻ അന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതൊക്കെയാണ് പിന്നെ ബട്ട് ഞാനത് ലീവ് ചെയ്തു. കാരണം എന്നാന്ന് വെച്ചാൽ എനിക്ക് ജോബില്ലാത്തതിൻ്റെതായ ഒരു പേഴ്സണൽ സ്ട്രെസ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ജോബ് നോക്കുന്നതിൻ്റെതായ കാര്യങ്ങളിൽ തിരക്കായി പോയി. പിന്നെ എന്നാന്ന് വെച്ചാൽ ഏകദേശം 60ഓളം ഇങ്ങനത്തെ റിക്രൂട്ടേഴ്സിന് ഗവൺമെൻറ് തന്നെ സീൽ ചെയ്ത് ഫൈൻ അടപ്പിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള ഇഷ്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു റിപ്പോർട്ട് ദ പോലീസ്. അപ്പം നമുക്ക് പോലീസിൻ്റെ എല്ലാ സപ്പോർട്ടും കിട്ടുന്നതായിരിക്കും. സോ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം താങ്ക് യു ഗൈസ്.